പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തമായ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയുടെ കാര്യത്തിൽ പച്ചക്കള്ളമാണ് മോദി പ്രചരിപ്പിക്കുന്നതെന്ന് പിണറായി കൊല്ലത്ത് പറഞ്ഞു. ഇരിക്കുന്ന പദവിയുടെ മാന്യത നരേന്ദ്രമോദി കാക്കണമെന്നും പിണറായി ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് എന്ന മോദിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് പിണറായി പറഞ്ഞു. അയ്യപ്പൻ എന്ന് പറഞ്ഞു പോയാൽ കേരളത്തിൽ അറസ്റ്റാണെന്നാണ് പറഞ്ഞത്, തടങ്കലാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനൊരു പച്ചക്കള്ളം ഒരു പ്രധാനമന്ത്രി പറയാമോ? രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അയ്യപ്പന്റെ പേരിൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടോ? ശബരിമലയിലെ കാണിക്ക തടസ്സപ്പെടുത്താൻ ആഹ്വാനം ചെയ്തത് മോദിയുടെ അനുയായികളാണ്. ശബരിമലയിൽ അക്രമികളെത്തിയത് മോദിയുടെ അനുഗ്രഹാശിസുകളോടെയാണ്. കേരളത്തിൽ ശബരിമലയുടെ പേര് പറയാതെ തൊട്ടയൽ സംസ്ഥാനത്ത് പോയി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയത് പദവിക്ക് ചേർന്നതല്ല. നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ മോദി സർക്കാരാണ് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടതെന്നും പിണറായി പറഞ്ഞു. തീർത്ഥാടന കേന്ദ്രം മാത്രം പറഞ്ഞ് തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. BJP സ്ഥാനാർത്ഥി ജയിലിലായത് നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണ്. തെറ്റ് ആര് ചെയ്താലും കേരളത്തിൽ നടപടിയുണ്ടാകുമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കൊല്ലം. പ്രധാനമന്ത്രിയും BJPയും ശബരിമല മുഖ്യ പ്രചരണ വിഷയമാക്കിയതോടെ ശക്തമായി പ്രതിരോധിച്ച ഇടതുപക്ഷവും UDFും രംഗത്തെത്തി. വർഗീയ ധ്രുവീകരണമുണ്ടാക്കാൻ പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിദ്വേഷം വളർത്താനുള്ള മോദിയുടെ ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നവരാണ് ഇടതു സർക്കാരെന്നും ശബരിമലയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് പിണറായി സർക്കാരാണെന്നും കോടിയേരി പറഞ്ഞു. വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് ഏറ്റവും വലിയ സഹായം ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. നിയമനിർമ്മാണം നടത്താൻ അവസരം കിട്ടിയിട്ടും ഒന്നും ചെയ്യാത്ത BJP ശബരിമല വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് അവതരിപ്പിച്ചില്ല? എന്തുകൊണ്ട് അതിനുശേഷം ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നില്ല? ശബരിമലയുടെ പേരിൽ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിയ നരേന്ദ്രമോദിക്കെതിരെ ലീഗും രംഗത്തെത്തി. മുസ്ലിം ലീഗിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അവർക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ട്രെൻഡാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇത്തരം പ്രസ്താവനകളൊക്കെ. ശബരിമലയിൽ സർക്കാർ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെയാണ് BJP ശബ്ദമുയർത്തുന്നതെന്നും അത് വോട്ടഭ്യർത്ഥനയല്ലെന്നും BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെതിരായിട്ട് സർക്കാർ നടത്തുന്ന അതിക്രമമാണ് ഞങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത്. അത് അയ്യപ്പന്റെ പേരിൽ വോട്ടഭ്യർത്ഥിക്കലല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 മലപ്പുറം. ശബരിമല വിവാദത്തിൽ അപ്രതീക്ഷിതമായി പ്രതിസ്ഥാനത്ത് എത്തിയതിന്റെ അമ്പരത്തപ്പിലാണ് മുസ്ലിം ലീഗ്. വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടെടുത്തിരുന്ന ലീഗിനെ പേരെടുത്ത് പറഞ്ഞ് പ്രധാനമന്ത്രി വിശ്വാസ ഭംഗരാക്കിയതാണ് ചർച്ചയാവുന്നത്. ലീഗിനെ വർഗീയ പാർട്ടിയാക്കാനുള്ള BJP ശ്രമം വിജയിക്കില്ലെന്ന് UDFും ലീഗ് വർഗീയ കക്ഷി തന്നെയാണെന്ന് LDFും പറയുന്നു. ലീഗിൽ ഒരു വിഭാഗം പാകിസ്ഥാൻ മനസ്സുള്ളവരാണെന്ന ഗുരുതര ആരോപണവുമായി V മുരളീധരൻ ഇന്ന് രംഗത്ത് വന്നു. കേരളത്തിലെ ലീഗിനെ വർഗീയ കക്ഷിയായി മുദ്രകുത്തുന്ന BJPയുടെ നിലപാട് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയതോടെയാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ എന്ന ചർച്ച ദേശീയ തലത്തിൽ സജീവമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരെടുത്തു പറഞ്ഞു വിമർശിച്ചതോടെ മുസ്ലിം ലീഗിനെ ശക്തമായി പിന്തുണച്ച് UDF രംഗത്തെത്തി. മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. സംസ്ഥാനങ്ങളെ പോലും തമ്മിൽ തല്ലിക്കുന്ന, അതുപോലെ തന്നെ ജനങ്ങളെ, സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പ്രചരണ തന്ത്രം കൊണ്ടുവരാൻ നോക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അത് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അത്തരം വർഗീയ പ്രചരണങ്ങൾ ഏശാൻ പോകുന്നില്ല. പക്ഷേ മോദിയെ എതിർക്കുമ്പോഴും ലീഗിനോട് CPMന് ഒട്ടും അയവില്ല. മുസ്ലിം ലീഗ് മതമൗലികവാദ നിലപാടുള്ള പാർട്ടിയാണെന്നും SDPAയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ലീഗ് മുന്നണി സ്ഥാപിച്ചത് ഇതിന് തെളിവാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാണക്കാട്ടെ ഹൈദരലി തങ്ങൾ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ പോലും ഞങ്ങളവിടെ ഉപയോഗിച്ചത് പാകിസ്ഥാൻ പതാകയല്ല എന്നുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല? BJP പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണ് ലീഗിലെ ഒരു വിഭാഗമെന്നും അതുകൊണ്ടാണ് അമിത്ഷാ അവരെ പാകിസ്ഥാനോട് ഉപമിച്ചതെന്നും BJP നേതാവ് V മുരളീധരൻ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ വിഭജനത്തിന് കാരണമായിട്ടുള്ള പാർട്ടിയാണ്. പാകിസ്ഥാൻ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ്. ഇന്ത്യ വിഭജിക്കണം എന്നാവശ്യപ്പെട്ട ആളുകളാണ്.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് അമിത്ഷായുടെ പ്രസ്താവനയെ ന്യായീകരിച്ച് അൽഫോൺസ് കണ്ണന്താനം. വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടി ഉണ്ടായിരുന്നില്ലെന്നും പച്ചക്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കണ്ണന്താനം പറയുന്നു. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഞാനത് ഇതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ ആളല്ല. പക്ഷെ വയനാട്ടിൽ സംഭവിച്ചത് എന്താ? അവിടെ ആരുടെ ഫ്ലാഗ് നമ്മൾ കണ്ടത്? കുറെ പച്ച മാത്രം. വേറെ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഫ്ലാഗ് അവിടെ കണ്ടോ? വേറെ ഏതെങ്കിലും ഘടകകക്ഷിയുടെ ഫ്ലാഗ് അവിടെ കണ്ടോ? അവിടെ കണ്ടത് പച്ച മാത്രമാണ്. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ പറയുന്ന ഇത് മാത്രമാണ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ കണ്ടത് പച്ച മാത്രമാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള വർഗീയ പരാമർശം നടത്തിയെന്ന ആരോപണം. ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയ്ക്കെതിരെ എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശ്രീധരൻപിള്ള പ്രസ്താവന പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. പ്രസംഗത്തിലെ പരാമർശം ദുർവ്യാഖ്യാനം ചെയ്തത് വർഗീയ സംഘർഷം ഉണ്ടാക്കുകയാണെന്നാണ് ശ്രീധരൻപിള്ളയുടെ മറുപടി. തിരിച്ചു വന്നപ്പോ പറഞ്ഞ ഉത്തരവെന്താ? അവിടെ എത്ര പേരാ മരിച്ചെന്നുള്ളതിന്റെ കണക്കെടുക്കാൻ പറ്റാത്ത കഴിവുകെട്ടവരാണെന്ന്. അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അന്യ രാജ്യത്ത് പോയി റഡാറിനെയും മതേന്ദ്ര തോക്കുകളെയും ഭീകരമായ എല്ലാത്തിനെയും കണ്ണു വെട്ടിച്ച് കാത് വെട്ടിച്ച് ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയമാക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായിയും ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ ശ്രീധരൻപിള്ള നടത്തിയ ഈ പ്രസംഗമാണ് വിവാദമായത്. പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മതം സംബന്ധിച്ചായിരുന്നു ശ്രീധരൻപിള്ളയുടെ പരാമർശം. ശ്രീധരൻപിള്ള മുസ്ലിം സമുദായത്തെ അപമാനിച്ചെന്നും പ്രസ്താവന തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നുമാണ് എൽ.ഡി.എഫ് ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശ്രീധരൻപിള്ളയുടേത് വർഗീയ പരാമർശമാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്ത് വന്നു. പ്രസ്താവന ഇറക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കേരളമാണ്. കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രചരണങ്ങൾ ജനങ്ങൾ പൊതുവിൽ ഇഷ്ടപ്പെടില്ല. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയാണെങ്കിൽ അത് ആപൽക്കരമായ പ്രസ്താവനയാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ധ്രുവീകരിക്കാനുള്ള ശ്രമമാണ്. അതേസമയം തന്റെ പ്രസ്താവന ദുർവ്യാഖ്യാനം ചെയ്തെന്നാണ് ശ്രീധരൻപിള്ളയുടെ നിലപാട്. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് കോൺഗ്രസും സിപിഎമ്മും തനിക്കെതിരെ രംഗത്ത് വന്നതെന്നും ശ്രീധരൻപിള്ള ആരോപിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചുമതലയുള്ള 3 പ്രധാന നേതാക്കൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. വി.എസ്. ശിവകുമാർ, തമ്പാനൂർ രവി, ഡി.സി.സി പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ എന്നിവരെ പ്രത്യേകം വിളിച്ചാണ് മുകുൾ വാസ്നിക് മുന്നറിയിപ്പ് നൽകിയത്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയെ വിട്ട് പ്രചാരണമുന കുമ്മനം രാജശേഖരന് നേരെ തിരിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. തിരുവനന്തപുരത്തെ പ്രചരണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും കെ.പി.സി.സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പങ്കെടുത്ത മണ്ഡലം അവലോകന യോഗം നടത്തിയത്. യോഗത്തിന് ശേഷം തിരുവനന്തപുരത്തെ എ.ഐ ഗ്രൂപ്പുകളുടെ പ്രധാന നേതാക്കളും മണ്ഡലം ചുമതലക്കാരുമായ തമ്പാനൂർ രവി, വി.എസ്. ശിവകുമാർ, ഡി.സി.സി അധ്യക്ഷൻ നെയ്യാറ്റിൻകര സനൽ എന്നിവരെ പ്രത്യേകം വിളിച്ചാണ് മുകുൾ വാസ്നിക് മുന്നറിയിപ്പ് നൽകിയത്. കോൺഗ്രസിന്റെ താരസ്ഥാനാർത്ഥികളിൽ ഒരാളായ തരൂരിന്റെ വിജയം ഉറപ്പാക്കിയേ മതിയാകൂ. പ്രചരണത്തിൽ വീഴ്ച വന്നാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും അറിയിച്ചു. പ്രചരണത്തിലുണ്ടായ വീഴ്ചകൾ അംഗീകരിച്ച മൂവരും പാർട്ടിയെ താഴെത്തട്ട് മുതൽ പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കാമെന്ന ഉറപ്പ് മുകുൾ വാസ്നിക്കിനു നൽകി. ഇടതുമുന്നണി ദുർബലമാണെന്നും പ്രചരണമുന തിരിക്കേണ്ടത് കുമ്മനം രാജശേഖരന് നേരെ ആയിരിക്കണമെന്നും യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. ഒരിക്കലും ശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന രംഗത്തും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ രാജ്യത്തുണ്ടായത് ഹിന്ദു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് മുൻപന്തിയിലാണ്. അത് മാറാട് കലാപമാകട്ടെ, അതല്ലെങ്കിൽ നിലക്കൽ സമരമാകട്ടെ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. കുമ്മനത്തിന് ജോലി അത് തന്നെയല്ലേ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. ബി.ജെ.പി. പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തോടെ തിരുവനന്തപുരത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ട് മുതൽ പൂർണ്ണ സജ്ജമാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയെ പ്രചാരണ വേദികളിലേക്ക് വീണ്ടും സ്വീകരിക്കാൻ ഒരുങ്ങി വയനാട്. ബുധനാഴ്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 3 പൊതുയോഗങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ പങ്കെടുക്കും. നാളെ കേരളത്തിലെത്തുന്ന രാഹുൽ വയനാടിന് പുറമെ 7 ജില്ലകളിലും പര്യടനം നടത്തുന്നുണ്ട്. അതേസമയം വയനാട്ടിൽ കൊട്ടിക്കലാശത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും.
വിഷു ദിവസമായ തിങ്കളാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച പത്തനാപുരം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ പര്യടനം നടത്തും. ബുധനാഴ്ചയാണ് വയനാട് മണ്ഡലത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. പത്രിക നൽകിയ ശേഷം വീണ്ടും എത്തുന്ന കോൺഗ്രസ് അധ്യക്ഷൻ വയനാട് ജനതയെ വൈകാരികമായി പിടിച്ചുലയ്ക്കുമെന്നാണ് UDF പ്രതീക്ഷ. ഇത് സംസ്ഥാനത്താകെ അനുകൂല തരംഗമുണ്ടാക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത തിരുനെല്ലിയിലെ പാപനാശിനി രാഹുൽ ഗാന്ധി സന്ദർശിക്കും. വയനാട്ടിലെ പൊതുയോഗം സുൽത്താൻ ബത്തേരിയിലാണ്. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലും മലപ്പുറത്തെ വണ്ടൂരിലും രാഹുൽ എത്തും. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2 പ്രാവശ്യം വീടുകളെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു. വിഷുവിന് ശേഷം 2 പ്രാവശ്യം കൂടി എല്ലാ പ്രവർത്തകരും, നേതാക്കന്മാരടക്കം എല്ലാ വീടുകളും സന്ദർശിച്ച് ഉജ്ജ്വലമായ വിജയം അദ്ദേഹത്തിന് ഉറപ്പുവരുത്തുകയാണ്. മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ രാഹുലിന്റെ പരിപാടികളിൽ അവസാന നിമിഷം വരെ മാറ്റമുണ്ടായേക്കാം. മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്കുള്ള യാത്ര വനത്തിലൂടെയായതിനാൽ ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം SPGയുടേതാകും. പ്രിയങ്ക ഗാന്ധി 20, 21 തീയതികളിൽ കേരളത്തിൽ പ്രചാരണത്തിനെത്തും. വയനാട്ടിൽ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിനും പ്രിയങ്ക പങ്കെടുക്കും. രാഹുലിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി കൂടി വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളം UDF തരംഗമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മറുപടിയും രാഹുലിൽ നിന്ന് കേരളം ഉറ്റുനോക്കുന്നു. ക്യാമറമാൻ ഷാഫിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 വയനാട്. പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന പോലീസുകാരുടെ വിവരം ശേഖരിക്കുന്നതിനെതിരെ കോൺഗ്രസ്. DGPയുടെ നടപടിക്കെതിരെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്വാധീനിക്കാനാണ് നീക്കമെന്ന് ആരോപിക്കുന്നു. പോലീസിന്റെ നടപടിയിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് DGPയുടെ പ്രതികരണം. 50% VVPAT രസീതുകൾ എണ്ണണമെന്ന് ആവശ്യപ്പെട്ട വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം. 21 പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത യോഗമാണ് പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനിച്ചത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും 5 ബൂത്തുകളിലെ VVPAT രസീതുകൾ എണ്ണാമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ 50% VVPAT രസീതുകൾ എണ്ണണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ യോഗം തീരുമാനിച്ചു. സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധന ഹർജി നൽകും. इलेक्शन कमीशन क्यों नहीं चाहती कि VVPAT काउंट होना चाहिए 50% तक? याचिका तो हम डालेंगे सुप्रीम कोर्ट में, हम डालेंगे. ആന്ധ്രാപ്രദേശിൽ നടന്ന വോട്ടെടുപ്പിൽ സമ്മതിദായകർക്ക് VVPAT രസീതുകൾ പരിശോധിക്കുവാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്നും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു. BJP ഒഴികെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ വോട്ടിംഗ് മെഷീന് എതിരാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. आज एक पार्टी को छोड़ के इस देश की सारी पार्टियां और इस देश के लगभग सारे लोग ये डिमांड कर रहे हैं कि मशीनें गड़बड़ हैं. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ്, CPIM, CPI, AAP, SP, BSP എന്നിവർ ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്തു. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. നന്മകളിലേക്ക് കൺതുറന്നെഴുന്നേൽക്കുന്ന വിഷു നാളെ. കാർഷിക കേരളത്തിന്റെ പുതുവർഷത്തിന്റെ തുടക്കം കൂടിയാണ് മേടപ്പുലരി. നാടും നഗരവും കണി കാണാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് സനോജും തിരുവനന്തപുരത്ത് നിന്ന് അനുവും ചേരുന്നു. ആദ്യം സനോജിലേക്ക്. സനോജ്, അങ്ങ് വടക്കോട്ട് പൂത്തിരികളും പടക്കങ്ങളും ഒക്കെ പൊത്തി തുടങ്ങേണ്ട സമയമായി. എന്താണ് അവിടുത്തെ കാഴ്ചകൾ, വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗോപി, മധുരത്തരങ്ങളുടെ നഗരമായ കോഴിക്കോട്ടെ മിഠായി തെരുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ കണി ഒരുക്കുവാൻ വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തിരക്കാണ് മിഠായി തെരുവിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിഷുക്കോടിയൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടിയുള്ള തിരക്ക്, ഒപ്പം കണിവെള്ളരി, കണി വിഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഇടമാണ് മിഠായി തെരുവ്. എങ്കിലും ഇന്ന് പതിവിൽ കവിഞ്ഞ, നാളെ വിഷു ആയതുകൊണ്ട് തന്നെ ഇന്ന് പതിവിൽ കവിഞ്ഞ വലിയ ഒരു തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വഴിയോര വാണിഭവുമൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ സജീവമാണ്. ഇപ്പോൾ ആളുകൾ വഴിയോര വാണിഭ രംഗത്ത് ആളുകൾ മറ്റുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊക്കെ അവസരങ്ങളാണ്, അവസരങ്ങൾ മാത്രമാണ്. ഇതൊക്കെ സാധാരണക്കാരന്റെ മടിശില കുത്തിന് മൂല്യം നൽകിക്കൊണ്ട് കൊടുക്കുക. ഇതൊരു സാധാരണക്കാരന്റെ തൊഴിലാളികള് അവർക്ക് കിട്ടി 2 എണ്ണം. ഇത് ഞാൻ എടുത്തു കൊടുക്കല്ല, ഇത് അവനവന് തെരഞ്ഞെടുക്കാൻ നറുക്കെടുപ്പില്ല, അവനവന് അധ്വാനിച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാരണം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മിഠായി തെരുവിലേക്ക് വരുന്ന ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഓരോരോ നമ്പറുകൾ ഉൾപ്പെടെ ഇറക്കിയാണ് വഴിയോര ചോരക്കാർ കാത്തിരിക്കുന്നത്. എന്തായാലും
കണിവെള്ളരിയും ഒപ്പം കണി വിഭവങ്ങളും ഉൾപ്പെടെ വാങ്ങാൻ വേണ്ടിയുള്ള വലിയ തിരക്ക്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരക്ക്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളോടൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. ചേച്ചി, വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? നല്ലതായിരുന്നു. ആളുകൾ നല്ല തിരക്കുണ്ട്, നല്ലതായിരുന്നു. എല്ലാ സമയത്തും ഇവിടെ തന്നെയാണോ വന്ന് ഷോപ്പിംഗ് നടത്താറുള്ളത്? ഇവിടെ വരലുണ്ട്. അങ്ങനെ എന്നാലും കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ എത്തും. ഓക്കെ ഗോപി, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ തിരക്ക്. ഓരോ നിമിഷങ്ങൾ കഴിയും തോറും തിരക്ക് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സനോജ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അനുവും ചേരുന്നു. അനു, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഗോപി, വിഷു ആഘോഷങ്ങളുടെ തിരക്കിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ ഒരു തിരക്ക് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് വിഷുക്കൊന്നയും കണിവെള്ളരിയും വാങ്ങാനുള്ള വലിയൊരു തിരക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലുള്ളത്. മാത്രവുമല്ല, ചാല മാർക്കറ്റിൽ മാത്രമല്ല, പാളയം മാർക്കറ്റിലും സമാനമായ ഒരു തിരക്ക് നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു ഒരുക്കങ്ങളിലേക്ക് വിഷു കണി ഒരുക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം മാറിയിരിക്കുന്നത്. മറ്റ് വടക്കൻ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരത്തെ തെക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വിഷു ദിനത്തിലെ പൊങ്കാല സമർപ്പണമാണ്. ഒട്ടുമിക്ക എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും നാളെ പൊങ്കാല സമർപ്പണം നടക്കും. ഏതായിരുന്നാലും നാളെ കണിവെള്ളരി അടക്കമുള്ള കണിക്കൊന്ന അടക്കമുള്ള വാങ്ങി വിഷുക്കണി ഒരുക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം. ഇപ്പോൾ നാം നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ്. ഇവിടെ ഉച്ച മുതൽ തന്നെ വലിയ ഒരു തിരക്കാണ് ചാല മാർക്കറ്റിൽ വിഷുക്കണിക്കൊന്നയും മറ്റും വാങ്ങാനുള്ള ആൾക്കാരുടെ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. മധ്യവേനൽ അവധിയായതിനാൽ തന്നെ കുടുംബങ്ങളുടെ ഒരു ഒത്തുചേരലിൻ്റെ കൂടെ കാലമാണ് ഈ വിഷു. അതായത് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ചെറിയ അംഗങ്ങൾക്ക് വിഷു കൈ നീട്ട് നൽകുന്ന എന്നടക്കമുള്ള വലിയൊരു ആഘോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും ദിനം കൂടിയാണ് വിഷു. ഈ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് തിരുവനന്തപുരം നഗരത്തിലെ നിവാസികൾ. ഇപ്പോൾ ചാല മാർക്കറ്റിലടക്കം എത്തി കണിക്കൊന്നടക്കം വാങ്ങിക്കൊണ്ട് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഗോപി, ശരിയാണ്. വിശുദ്ധ വാരത്തിന് തുടക്കമിട്ട ക്രൈസ്തവ വിശ്വാസികൾ കുരുത്തോല പെരുന്നാൾ ആഘോഷിച്ചു. ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളുമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ലോകരക്ഷകനെ ഓശാന പാടി സ്വീകരിച്ച ആ ദിനത്തിന്റെ സ്മരണയിലാണ് കുരുത്തോല പെരുന്നാൾ ആഘോഷിക്കുന്നത്. കൊച്ചിയിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഇന്നു മുതൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് വിശുദ്ധവാരമാണ്. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന പെസഹയും കുരിശുമരണത്തിന്റെ ഓർമ്മകൾ പേറുന്ന ദുഃഖവെള്ളിയും ഈ ആഴ്ചയാണ്. പിന്നെ ഉയർപ്പിന്റെ സന്ദേശവുമായി ലോകം ഈസ്റ്ററിനെ വരവേൽക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് വിനീത വിജി, ന്യൂസ് 18. അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ ഡോക്ടർ ഡി ബാബു പോളിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എത്തിയിരുന്നു. തിരുവനന്തപുരത്തു നിന്നും ഉച്ചയോടെയാണ് മൃതദേഹം കുറുപ്പമ്പടിയിലെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചത്. മുൻ മന്ത്രിമാരായ കെ ബാബു, പി ജെ ജോസഫ്, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിനു ശേഷം സംസ്കാര ശുശ്രൂഷകൾക്കായി മൃതദേഹം സെന്റ് മേരീസ് കത്തീഡ്രലിലേക്ക് മാറ്റി. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ ബെസേലിയസ് തോമസ് പ്രഥമൻ സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും പങ്കെടുത്തു. അന്ത്യകർമ്മങ്ങൾക്കു ശേഷം പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകി. കുടുംബ കല്ലറയിലാണ് മൃതദേഹം സംസ്കരിച്ചത്. സുഹൃത്തുക്കളും ബന്ധുക്കളും പഴയ സഹപ്രവർത്തകരുമടക്കം വലിയ ജനാവലി ചടങ്ങുകളിൽ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനവും ചടങ്ങുകൾക്ക് ശേഷം നടന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദി പോരാട്ടത്തിനായി കാത്തിരിക്കുന്ന വാരാണസിയിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം 3 അക്കം കടന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള 111 കർഷക സ്ഥാനാർത്ഥികൾ കൂടാതെ സുപ്രീംകോടതി തടവ് ശിക്ഷ നൽകിയ ജസ്റ്റിസ് CS കർണൻ, BSFൽ നിന്നും പുറത്താക്കപ്പെട്ട തേജ് ബഹാദൂർ യാദവ് എന്നിവരും മത്സരരംഗത്തുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന പ്രശസ്തിക്കായി ചിലർ വാരണാസിയിലേക്ക് വണ്ടി കയറുമ്പോൾ ചിലരുടെ ലക്ഷ്യം കേന്ദ്ര നയങ്ങൾക്കെതിരായ പ്രതിഷേധം തന്നെയാണ്. സ്വന്തം പാർട്ടിയായ ആന്റി കറപ്ഷൻ ഡൈനാമിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കൊൽക്കത്ത മുൻ ജസ്റ്റിസ് CS കർണന്റെ മത്സരം.
സൈനികർക്കുള്ള ഭക്ഷണം മോശമാണെന്നും BSFിലെ ഉദ്യോഗസ്ഥരുടെ ക്രമക്കേടുകളും സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയ സൈനികൻ തേജ് ബഹാദൂർ യാദവിന്റെ പ്രചരണം നരേന്ദ്രമോദിക്കെതിരെയാണ്. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദാണ് മണ്ഡലത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥി. പ്രത്യേക വരൾച്ചാ പാക്കേജ് അനുവദിക്കുമെന്ന ഉറപ്പ് പാലിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള 111 കർഷകരുടെ വാരണാസിയിലെ മത്സരം. ഇവരെ കൂടാതെ ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ അധ്യാപകൻ, ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമുള്ള ആക്ടിവിസ്റ്റുകളും മതപുരോഹിതരും തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വാരണാസി റെക്കോർഡിടുമെങ്കിലും പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദി പോരാട്ടത്തിനുള്ള കാത്തിരിപ്പിലാണ് ഘാട്ടുകളുടെ നഗരം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.